ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്നത്തെ വീഡിയോ എൻ്റെ കാബേജും കോളിഫ്ലവറും ശീതകാല പച്ചക്കറികൾ ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലിപ്പോൾ വിളവെടുക്കാനായി നിൽക്കുന്നത് കാബേജും കോളിഫ്ലവർ ആണ്. ഈ കാബേജും കോളിഫ്ലവറും എന്നെ ചതിച്ചില്ല കേട്ടോ, നല്ല വിളവ് കിട്ടി. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മൾ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുമോ എന്ന് അറിയില്ല, പുതിയ ഭരണസമിതിയാണ്. അപ്പം എല്ലാവരും എനിക്ക് അത്ര പരിചയമൊന്നുമില്ല, ആരൊക്കെ വരും എന്നറിയില്ല. വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും. അപ്പൊ നമുക്ക് അതിന്റെ വിളവെടുപ്പ്, ഞാൻ അതിന്റെ തുടക്കം മുതൽ മണ്ണൊരുക്കൽ മുതൽ തൈ നടലും വളമിട്ട് കൊടുക്കലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അതിന്റെ വിളവെടുപ്പ് കൂടി കാണിക്കുകയാണ്. അത് കൂടി കണ്ടാലല്ലേ അത് പൂർണ്ണമാവുള്ളൂ. അപ്പൊ നമുക്ക് വിളവെടുപ്പിലോട്ട് പോവാം. എൻ്റെ കാബേജ്, കോളിഫ്ലവർ, ശീതകാല പച്ചക്കറി കൃഷിയായ കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, ഉള്ളി എല്ലാം ഞാൻ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിളവെടുക്കാറായത് കാബേജും കോളിഫ്ലവറും ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വിളവെടുപ്പാണെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റിനെ ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഉദ്ഘാടനത്തിന്. പക്ഷെ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അതിന് പകരമായിട്ട് വൈസ് പ്രസിഡന്റ് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ അധ്യക്ഷയായിട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ, പേര് സൗമ്യ ധനൻ, പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ കണ്ടാണശ്ശേരി കൃഷി ഓഫീസർ ഗായത്രി മാം, എൻ്റെ ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് കുമാർ, അതുപോലെ വൈസ് പ്രസിഡന്റ് റഷീദ്, മുൻ കൗൺസിലറായിരുന്നു, ഗുരുവായൂർ നഗരസഭ മുൻ കൗൺസിലറും കൂടിയാണ്. ഇപ്പോഴത്തെ കൗൺസിലർ എൻ്റെ വാർഡ് മെമ്പർ, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എല്ലാമായ ജോയ് ചെറിയാൻ മാസ്റ്റർ, എൻ്റെ മാമൻ, അമ്മായി, എൻ്റെ ഫാർമേഴ്സ് ക്ലബ്ബ് മെമ്പർമാർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സമയക്കുറവ് മൂലം എല്ലാവരും എത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യക്ഷയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാടില് നമ്മുടെ ഷീജേച്ചി കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് എനിക്കറിയാം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സ്ത്രീകള് ഇങ്ങനത്തെ കൃഷിയിലേക്കൊന്നും അങ്ങനെ ഇങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ശീതകാല പച്ചക്കറി കൃഷി ഇവിടെ വിളവെടുപ്പിന് എന്നെയും അതുപോലെ ഗ്രാമപഞ്ചായത്തിനെയും ക്ഷണിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുദീപേച്ചി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചോളും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൃഷി നടത്തേണ്ടതെന്നുള്ളത് മുന്നേ അറിയാമെങ്കിലും ആദ്യമായിട്ടാണ് ഈ കൃഷി സ്ഥലത്ത് ഞാൻ വരുന്നത്. കാരണം അന്നൊന്നും വേറെ തിരക്കുകൾ കാരണം വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം അത് വരേണ്ട ഒരു അത്യാവശ്യ ഘടകമായി. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ കൃഷി എന്ന് പറയുമ്പോൾ ചീര അല്ലെങ്കിൽ കാബേജ് അങ്ങനെ ചെറിയ ഐറ്റൊക്കെയാണ് വിചാരിച്ചു. പക്ഷെ ഇവിടെ ഞാൻ വന്ന് നോക്കുമ്പോൾ കാബേജ്, അതുപോലെ ബീട്രൂട്ട് അല്ല, അങ്ങനെ തണ്ണിമത്തൻ, അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരുവിധം എല്ലാ ഐറ്റവും ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഈ ഐറ്റമൊക്കെ ചെയ്യുന്നത് ഷീജേച്ചിയുടെ ഒരു താല്പര്യം. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം ഫീൽ ചെയ്താൽ മാത്രമേ ഇതുപോലെ കൃഷി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒരു ചെടി കുഴിച്ചിട്ട് 2 ദിവസം വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല. ആളുടെ അത്രയും അർപ്പണ മനോഭാവം എന്നുള്ളത് ഈ കൃഷിസ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിനെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഞാൻ. കാരണം എല്ലാ ഉദ്ഘാടന പരിപാടി പോലെയല്ല കൃഷിസ്ഥലം. അതൊരു പക്ഷേ മനുഷ്യന്റെ ജീവന് തുല്യം അല്ലെങ്കിൽ ജീവന്റെ അതേ തന്നെയാണ് ഈ ഒരു കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്ഷണിച്ച ഷീജേച്ചിക്കും അതിന്റെ സംഘാടകർ അല്ലെങ്കിൽ കൃഷി ഓഫീസർ ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാൻ നന്ദിയാണ് പറയുന്നത് ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്. ഇനിയും ഇത് തുടർന്ന് പോവാനും അത് ചെയ്യാനും ഷീജേച്ചിക്ക് എല്ലാവിധ ആരോഗ്യം അല്ലെങ്കിൽ അതിന്റെ താല്പര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, ഉദ്ഘാടനം ചെയ്യപ്പെട്ട വൈസ് പ്രസിഡന്റ്, ഇതിന്റെ മൊത്തം ചുമതലക്കാരിയും കൈകാര്യം ചെയ്യുന്ന ശ്രീമതി ഷീജ, അതുപോലെ തന്നെ മറ്റു വാർഡ് മെമ്പർമാർ, കൃഷി ഓഫീസറെ, എല്ലാവർക്കും നമസ്കാരം. കണ്ണാശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഈ മേഖലയില് ഗുരുവായൂർ നഗരസഭയുടെ തൈക്കാട് ബ്രഹ്മകുളം മേഖലയിൽ നിന്ന് വന്ന ഷീജ കറുത്തേടത്ത് എൻ്റെയൊക്കെ ചെറിയ കാലം തൊട്ടുള്ള വളരെ അടുത്ത സുഹൃത്ത്, വളരെ അടുത്ത വീട്ടുകാരാണ് ഞങ്ങളൊക്കെ. എൻ്റെ വാർഡിലാണ് ഷീജ താമസിക്കുന്നതും വർഷങ്ങളായിട്ടുള്ളത് അവിടെ തന്നെയാണ്.
വളരെ ചെറുപ്പം മുതലുള്ള ഒരു അടുപ്പാണ് ഷീജയായിട്ടുള്ളത്. വളരെ ഹാർഡ് വർക്കിന്റെ ഒരു പ്രതിനിധി തന്നെയാണ് ഷീജ. ആ ഒരു പാഷൻ ആണ്, കൃഷിയോടുള്ള ഒരു പാഷനാണ് ഷീജയെ സംബന്ധിച്ച ഈ രീതിയിൽ. ഷീജയുടെ വീടിന്റെ ചുറ്റുഭാഗവും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് രീതികൾ. അപ്പൊ അങ്ങനെ ഒരു ഡെഡിക്കേഷൻ ആണ് ഷീജയുടെ ഈ ലൈഫ് ഈ കൃഷിയോട് ബന്ധപ്പെട്ട്. അങ്ങനെ സമർപ്പിച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ഇത്രയും ഭംഗിയും മനോഹരമായ രീതിയിൽ ഇതിന്റെയൊക്കെ വിളവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തില് ക്ഷുദ്രജീവികളും ക്ഷുദ്രശക്തികളും കാരണം കൃഷി ഇടങ്ങളിൽ നിന്ന് കർഷകർ പിൻവലിയുന്ന ഒരു കാലഘട്ടത്തില് കൂടുതൽ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥത്തോടു കൂടി കൃഷി മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ച ഒരു കർഷകയാണ് ഷീജ എന്നുള്ളത്. ഷീജയുടെ മനസ്സിന്റെ ഉറപ്പ് കൂടി അവിടെ കാണുന്നു, അതിനോടുള്ള താല്പര്യം അവിടെ കാണുന്നു. കൂടുതൽ അധ്വാനത്തിന്റെ ഫലം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഇന്നത്തെ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് സുദീപ, പ്രിയപ്പെട്ട അധ്യക്ഷ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ജോയിച്ചെറിയാൻ, ഇന്നത്തെ ഈ ഇവിടെ ഇടമൊരുക്കിയ അല്ലെങ്കിൽ തോട്ടമൊരുക്കിയ പ്രിയപ്പെട്ട ഷീജ, നല്ലവരായ കൃഷി ഓഫീസർ, പ്രിയപ്പെട്ട അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഞങ്ങളെ ഗുരുവായൂർ കുറേ കാലമായിട്ട് ഞങ്ങളുടെ ഫാർമേഴ്സ് ക്ലബിൻ്റെ മെമ്പറാണ് ശ്രീമതി ഷീജ. അതുപോലെ എവിടൊക്കെ കൃഷി ചെയ്യുന്നു, ആരൊക്കെ കൃഷി ചെയ്യുന്നു, അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രധാന ഒരു ദൗത്യം കൂടി ഷീജ ഏറ്റെടുത്തുള്ള ഒരു പ്രധാന. കാരണം ആരൊക്കെ കൃഷി ചെയ്യുന്നു, ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശത്ത് നന്നായി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ മാക്സിമം പ്രൊമോട്ട് ചെയ്യും, നന്നായി യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അവരെ കൃഷി ചെയ്യാൻ വേണ്ടി ഇനി അവർ കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ കടാവുക എന്നല്ലാതെ ഇതുകൊണ്ട് വരുമാനം ചിലപ്പോൾ പലപ്പോഴും ഉണ്ടാവാറില്ല. പക്ഷെ ചില സമയങ്ങളിൽ നന്നായി വിളവ് കിട്ടാറുണ്ട്. എന്നാലും ഇത് നിർത്തില്ല. എത്ര പണം പോയാലും ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്, എത്ര നഷ്ടം സംഭവിച്ചാലും നമ്മളിങ്ങനെ കൃഷി തുടർന്നുകൊണ്ടേയിരിക്കും, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ആരോഗ്യത്തിനും കൂടി നല്ലതാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമ്മളൊക്കെ പഴയ കാലങ്ങളിലൊക്കെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നമ്മൾ തമിഴ്നാട്ടിനെ ആശ്രയിക്കുമ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഇതൊക്കെ വിളയിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കലാണ് ഇതിൽ പ്രധാനം. പുതിയ തലമുറയെ പ്രത്യേകിച്ച് പറ്റുമെങ്കിൽ അടുത്ത പ്രാവശ്യമൊക്കെ ഈ പ്രദേശത്തെ സ്കൂൾ കുട്ടികളെ കൂടി വിത്തിടാനും വിളവെടുക്കാനൊക്കെ കൊണ്ടുവന്ന് അവരെ കൂടി കാണിച്ചു കൊടുത്ത് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റിൽ പോയി, അല്ലെങ്കിൽ ഗുരുവായൂർ തഹാനി ജംഗ്ഷനിൽ പോയി ഇഷ്ടംപോലെ പച്ചക്കറി കിട്ടും, അതല്ലെങ്കിൽ ഏതെങ്കിലും ചോലൂർ മാർക്കറ്റിൽ പോയി പച്ചക്കറി, അതല്ല, ഇത് വിഷം ചേർക്കാത്ത, ഒരു തരത്തിൽ പോലും വിഷം ചേർക്കാത്ത പച്ചക്കറികളാണ് നമുക്ക് കിട്ടുന്നത്. ചിന്ത കുട്ടികളുടെ ഇടയിൽ വരാനും നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ നല്ല ഉദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഗുരുവായൂർ ഫാർമേഴ്സ് ക്ലബിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കണ്ണാനശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ്, ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലേഴ്സ് എത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഏകദേശം 2 വർഷത്തോളമായിട്ട് എനിക്ക് ചേച്ചിനെ അറിയാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ ഫീൽഡ് കാണാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇതിന്റെ ചെറിയൊരു സ്പേസ് ആണല്ലേ, അവിടെ ഓരോ ഇഞ്ച് ഭൂമിയും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ സീസൺ അനുസരിച്ച് നമുക്ക് ഒരു വർഷത്തില് ഏത് സമയത്ത് ഇവിടെ വന്നാലും നമുക്കൊരു പച്ചക്കറി, ഒരു കൊട്ട നിറയെ പച്ചക്കറിയായിട്ട് നമുക്ക് പോവാം. ആ രീതിയിലാണ് ആള് പ്ലാൻ ചെയ്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കർഷകർ എപ്പോഴും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതിന്റെ, കൃഷി ചെയ്യാൻ നമുക്ക് പറ്റും, വിളവെടുക്കാൻ നമുക്ക് പറ്റും, അതിന്റെ കൂടെ അതിന്റെ മാർക്കറ്റിങ്ങും കൂടെ വലിയൊരു പ്രശ്നമായിട്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ചേച്ചിയുടെ കാര്യത്തിൽ അതൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമേ അല്ല. നമ്മള് ഒരു വിളവ് ഇട്ട് കഴിഞ്ഞ് വിളവെടുക്കുന്ന പ്രായമാകുമ്പോഴേക്ക് തന്നെ അതിന്റെ മാർക്കറ്റിങ്ങിന്റെ കാര്യം കൂടി വളരെ ഭംഗിയായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും അതുപോലെ ഫാമേഴ്സ് ക്ലബിലെ അംഗങ്ങൾ എത്തിയിട്ടുണ്ട്, അവർ വഴിയും തന്നെ മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, എല്ലാ കാര്യങ്ങൾക്കും പരീക്ഷിക്കാനുള്ളൊരു മനസ്സ് ഉണ്ട്. കാരണം ഇവിടെ തന്നെ നോക്കുമ്പോൾ അറിയാം, സൂര്യകാന്തി നിൽക്കുന്നുണ്ട്, ചോളം നിൽക്കുന്നുണ്ട്, അതുപോലെ ശീതകാല പച്ചക്കറികളെല്ലാം നിൽക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ എല്ലാ കാലത്തും എല്ലാ സമയത്തും നമുക്ക് വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും ഇവിടെ വിളവെടുപ്പ് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക്, ഞങ്ങളാണെങ്കിൽ തന്നെ കൃഷിഭവനിൽ വരുന്ന കർഷകരോട് മാതൃകയായിട്ട് എടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു പേര് കൂടിയാണ് ചേച്ചിയുടെ പേര്. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ പോയി കാണണം, അവിടെ എങ്ങനെയാണ് ഒരു ഭൂമിനെ
പരമാവധി യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു മാതൃകാ തോട്ടം കൂടി ആക്കിയിട്ടാണ് നമ്മൾ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് കൃഷി വകുപ്പിന്റെ ആണെങ്കിലും ജനകീയാസൂത്രണത്തിന്റെ പദ്ധതികളാണെങ്കിലും പരമാവധി ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും കൂടി കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും തുടരുന്നതായിരിക്കും. ഇതേപോലെ തന്നെ ഈ പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോവാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അതെ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവരും വന്നു. കാബേജ്, കോളിഫ്ലവർ ഒത്തിരി പേര് വന്നിരുന്നു. എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് വിറ്റ് കഴിഞ്ഞു. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഞാന്. കാരണം ഇവരൊന്നും ഉണ്ടായില്ലാച്ചെങ്കിൽ ഞാൻ ശരിക്കും നാണം കെട്ടു പോയേനെ. പക്ഷെ അതല്ല, എന്റെ അഭിമാനം കാത്തു സംരക്ഷിച്ചവരാണ് ഈ കാബേജും കോളിഫ്ലവറും. അപ്പൊ ഒട്ടുമിക്കതും നമ്മൾക്ക് വിറ്റ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം, നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. അതുണ്ടായി അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ആവും അല്ലേ. ഇപ്പൊ നല്ല വിലക്ക് നല്ല പ്യൂർ ഓർഗാനിക് സാധനങ്ങളാണ് നമ്മളേക്ക് എല്ലാവരും വാങ്ങിച്ചു കൊണ്ടുവന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞാനും ഹാപ്പിയാണ്. അടുത്തൊരു സൂപ്പർ വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.